നോക്കിയിരിക്കാൻ നല്ലതായിട്ട് തേക്ക്. ആ തേക്ക്. പല്ല് തേക്കാൻ ഭയങ്കര മടിയാണ് ഒരാൾക്ക്. അങ്ങനെ ചേട്ടാ 2 മണിക്ക് കിടന്ന് ഉറങ്ങിയെന്നും പറഞ്ഞോണ്ടത് എണീറ്റോ? സമയം എത്ര? 6:48. സമയം 6:48. ചപ്പാത്തിയും കറിയെന്ന് നാരായണിക്ക് കൊടുത്തു വിടുന്നതും കഴിക്കാനുള്ളതും. ചോറ് കഴിഞ്ഞ് വൈകിട്ട് വെക്കുന്നുള്ളൂ. നീ പോയാലും കുഴപ്പമില്ല, ഇത് എടുത്തിട്ടങ്ങ് പോയാൽ മതിയല്ലോ. അടിക്കടന്തേ നീ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ നീ മറന്നല്ലോ അല്ലേ? ഇത് ഇന്ന് കൊണ്ട് ഞാൻ തീർപ്പാക്കി തരാം. നീ കുളിച്ചായിരുന്നോ? കുളിച്ച പോലല്ലോ മുടി ഇരിക്കുന്നേ. കുളിക്കുക എന്നൊക്കെ അവനവൻ്റെ കാര്യങ്ങളാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ അവനവൻ ചെയ്യുക, അല്ലാതെ മറ്റുള്ളവരുടെ നിർബന്ധത്തിലല്ല. എപ്പോഴും പിള്ളേർ രാവിലെ കുളിച്ചിട്ട് പോകുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ മുടി ഉണങ്ങണം അങ്ങനെയൊക്കെയുള്ള പ്രശ്നം എനിക്കറിയത്തില്ല. എന്നാടാ പോന്നോ? നിൻ്റെ അപ്പം പോകുന്നില്ല? നിൻ്റെ ബസ് വരാറായല്ലോ. തൂത്ത് കൊടുക്കണേ. ഹായ്, ഇന്നലെ മേടിച്ച എപ്പോഴും ഷർട്ട് സൂപ്പർ. മുഖത്തെല്ലാം തേണ്ടേ ചാരവാ. രണ്ടാമത് പോയി ഇട്ടതാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ അത്ര ഇട്ട് കൊടുത്തില്ലല്ലോ. പിന്നെ പൗഡറാണോ? ചാരമൊന്നുമല്ല, പൗഡറാണ്. ക്യാമില്ല കയ്യില്. ഓടിക്കാതെ പാവം ചേട്ടാ. താമസിച്ചിട്ട് കുഞ്ഞിനായിട്ട് ഓടിക്കുകയാണോ? നീയാ താമസിച്ചേ? കുഞ്ഞ് നേരത്തെ ഒരുങ്ങി നിന്നാ. എന്താ പ്രശ്നം? അവരൊക്കെ പോയി. ആ പോയടാ. ആ മതി 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 മതി. യൂ എൻ്റെ ദൈവമേ, വേണ്ട വാലും മുറിയും. ഇങ്ങനെ ആട്ടല്ലേ? ഇല്ലില്ല, ഒന്നുമില്ല. അവിടെ ഒന്നും ഞാൻ പോവാം. നിനക്ക് നേരത്തെ അതുപോലെ എനിക്കറിയാം. എവിടെ ഉണ്ട്? ഇവിടെ ഒന്നും ആരുമില്ല. വിട്ടുപോയേക്കാം, നമുക്ക് സമയമുണ്ട്. എന്നാണ് തെറാപ്പി ഉണ്ടോ? എനിക്കറിയത്തില്ല. ഉണ്ടോ? എനിക്കറിയത്തില്ല. ഫ്രണ്ടി കാണിക്കാൻ പറ്റത്തില്ല. സമയം പേടി ഇല്ല. മതി നമ്മളിന്ന് ആരും കണ്ടില്ല വഴിയില്. എന്ത് ചെയ്യും എല്ലാരും? പിന്നെ നടക്കണോ? പിന്നെ നടക്കണോ? ചേച്ചി ഉണ്ടോ നോക്കണം. പെട്ടെന്ന് ചെന്നല്ലേ ചേച്ചി കാണത്തുള്ളൂ. അല്ല ചേച്ചി പോകും, ബസ്സിന് കയറി പോവും. അവള് അവളുടെ ബസ് വന്ന് പോവും. നമ്മൾ നോക്കാം ഉണ്ടോ. ഇത് ഇവിടെ കാണും. അവിടെ ഉണ്ട്, അവിടെ നിൽപ്പുണ്ടേ. ഇങ്ങോട്ടല്ല നീ വാ. മാറണ്ടെന്ന് അത് കണ്ടോ അങ്ങോട്ടാ. കൊച്ചിനെ ഒന്ന് നേരത്തെ കൊണ്ട് കേട്ടോ. ആ കൊച്ചിനെ ആ കാറപ്പൊന്ന് എന്തോന്ന് സ്കൂളിൽ ചോറുണ്ടോ? നിനക്ക് ഇടി കിട്ടുമോ നീ അങ്ങനെ ചോദിച്ചതിനോട്? ഇടി സ്കൂളിൽ ചോറില്ലെന്ന് നിനക്കറിയാലോ. ബസ്സൊന്നും വന്നില്ല. വണ്ടി വരേണ്ട സമയമായല്ലോ, വന്നില്ലല്ലോ. 2 പേരുടെ അതിലോ പോയി കാണും. 40 35 ആകുമ്പം വരുന്ന
പക്ഷെ നീ അത്ര നേരം അന്നേരം വന്നില്ലേ ഇവിടെ? വന്നല്ലോ. ആ അപ്പം എന്നാലും അത് പോയിട്ടില്ല. ചിലപ്പോൾ തിങ്കളാഴ്ച ആയിട്ട് താമസിക്കുന്നത്. ഇത് വെള്ള വണ്ടിയല്ലേ? പുതിയ വണ്ടി ആയതുകൊണ്ട് അറിയത്തില്ല. അല്ല, അത് വേറെ ആരാണ്ടൊക്കെ ഉണ്ട്. ആ, നിന്റെ ബസ് പോയി കാണുമെന്നാണ് പറയുന്നത്. നാരായണൻ്റെ ബസ് പോയെന്ന് തോന്നുന്നു. ചിലപ്പോൾ പോയി കാണത്തില്ല. നീ ഇങ്ങോട്ട് വാ. നീ അവളുടെ ബസ് വരും. നീ ഇതിനാ അറിയുന്നതിന്? അവളുടെ ബസ് ചിലപ്പോൾ പോയി കാണും നേരത്തെ. ചിലപ്പം വരും. വാ, നിന്റെ ബസ് വരുന്നുണ്ട്. ആ, അതേ വരുന്നു ബസ്. നാരായണൻ്റെ അങ്ങോട്ട് നടന്ന്. നാരായണൻ്റെ അടി, നാരായണൻ്റെ. നിന്റെ ഇപ്പോൾ പുറകെ വരും. ചുമ്മാ കാറില്ലേ എടുത്തിടിക്കും ഞാൻ. വേണ്ട, എന്നെ വേണ്ട. ദേ വന്നു. പിന്നെ അലമ്പാടി ഇത്. തിങ്കളാഴ്ച ബസ്സെല്ലാം ചിലപ്പോൾ എത്ര താമസം. ഇന്ന് നേരത്തെ വന്നല്ലോ. ഒത്തിരി ദിവസം കൂടി കാണുമല്ലോ ഈ സമയത്ത്. ഒത്തിരി നാളായല്ലോ ഈ സമയത്ത് കണ്ടിട്ട്. വരുന്നില്ലായിരുന്നോ? ഇടയ്ക്ക് പിന്നെ വരാൻ തുടങ്ങിയില്ല രണ്ടാമത്. അത് കഴിഞ്ഞ് പിന്നെയും വരാമായിരുന്നോ? ഞാൻ ഓർത്തപ്പം മരുന്നുണ്ടായിരിക്കും, താമസിച്ച് ഉറക്കുന്നതാണെന്ന് ഓർത്തെ. ആ, പോയി രാത്രി 5:30 ഞാനിങ്ങനെ കിടക്കും. പിന്നെ ഇതിനിടയ്ക്ക് ചികിത്സ ഇവിടുന്ന് ഇങ്ങനെ ഒരു കട്ട്. പിന്നെ ഇവിടെ ഒരു അലമാരി പെണ്ണുമ്പോൾ ഇവിടെ പരമാവധി ഒരു എൻ്റെ കിടക്കുന്ന അവിടെ ഇത്രയോ ഈ 5 കെട്ടിയത് ഞാൻ ബെഞ്ചാൽ കിടന്നാൽ പോലും വീഴാത്ത. ഞാൻ എന്നാലും 70% ഇപ്പുറത്ത് ഭിത്തി ഈ സൈഡ് ഭിത്തി ഈ സൈഡ് ഇങ്ങനെ ചേർന്ന് ആദ്യം നേരെ കിടക്കും. അവിടെ പോയി ഒന്നാമത് വന്നു കഴിയുമ്പോൾ ഇങ്ങനെ പോകും. അപ്പോൾ 5 മണിയാവും നമ്മൾ എഴുന്നേറ്റ് ഇങ്ങനെ പോകും. അത് അപ്പം എൻ്റെ പോകുന്ന അണ്ണ ഞാൻ രാത്രി ഒരിക്കലും സ്വപ്നം കാണുമ്പോൾ പെണ്ണുമ്പോൾ കരയുന്ന പോലെ. പിന്നെ ആരാണ് തള്ളി കിടന്നുമ്പോൾ എന്നിട്ട് കട്ടിലെ ചെന്ന് അടിച്ചിട്ട് സെറ്റിൽ ചെന്ന് അടിച്ചിട്ട് അവിടുന്ന് തിരിച്ചു മറിഞ്ഞ് മറ്റക്കട്ടിൽ കിടക്കും. കട്ടിൽ ഞാൻ മേടിച്ച് പെണ്ണുമ്പോൾ ചാടി വരുന്നത് രണ്ടും മറിഞ്ഞു ഞാൻ പറഞ്ഞു നീ എന്താ നോക്കണ്ട കാലിൽ കൊണ്ട് നോക്കാം. ചേട്ട കുഞ്ഞ് വന്നിട്ട് പിന്നെ പെണ്ണുമ്പോൾ പിന്നെ എന്താ പൊട്ടടിക്കാതെ പൊട്ടടിയില്ലോ ഒഴിവില്ലാതെ അങ്ങനെ പരമാവധി പണിയെടുത്തിട്ട് കടവരെ തെങ്ങോട്ടൊക്കെ വീട് കഴിഞ്ഞിട്ട് കടക്ക് വേണ്ടി ഞാനാണ് സത്യം പറയും തുറച്ചും പറയാൻ പള്ളിയംഗമാകുമ്പോൾ സത്യം ഒരു ചന്ദനത്തിരി പോലും ആർക്കും ദോഷമായിട്ട് 87 വയസ്സായി. ഞങ്ങൾ കുടുംബപരമായിട്ട് അങ്ങനെ ഒരു ഇടപാടില്ല. നമ്മൾ മറ്റൊരാളിന് വേണ്ടിയിട്ട് ഒരു പരിപാടി ഇഷ്ടവല്യ സഹായിക്കുന്നുള്ളല്ലാതെ എന്നൊക്കെ പണിയെ ചെയ്യുന്നില്ല. പിന്നെ നാളെ വരുമെന്ന് ഉറപ്പില്ല. ഉറപ്പില്ല. തരുവ പോയി 90,000 രൂപ മൊത്തമായത് 63 രൂപ 2 വർഷമായിട്ട് ഓണത്തിന് പോലും ആശുപത്രി 63 ആദ്യം 33 പിന്നെ ഒരു 30. അത് കഴിഞ്ഞ് പിന്നെ അങ്ങ് പോക്കുമല്ലോ ശ്വാസം സോഡിയം കഴിക്കും അതും കഴിക്കും. ഇവിടെ വരാമെന്നും പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല.
ഡോക്ടറും പറഞ്ഞ് പോയിക്കുവാണ്. രാവിലെ മോൻ ഓട്ടോ സ്റ്റാർട്ട് ചെയ്ത് നെറ്റിക്കപ്പം ബസ്സിന് പോകണ്ടെന്ന് ചോറും ഷോപ്പും എല്ലാം കൂടി അടുക്കളയുടെ അവിടെ വന്നില്ല, ഒരു കാറ്റ് വരുന്ന പോലെ വന്നു. സത്യം ഭാഗത്തെത്തിച്ചില്ല, തുള്ളപ്പനി കയറി. ഇതിപ്പോൾ ഇതേ വേഷത്തിൽ, ഈ ഷർട്ടല്ല, ഇതേ വേഷത്തിൽ പോയി കിടക്കുന്നു. പെണ്ണുമ്പോൾ 2 കമ്പളി പോയിപ്പോൾ മകനും മകളെ കൊണ്ട് പോയിക്കാൻ. പിന്നെ വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറയുന്നത് കുഴപ്പമില്ല. പിന്നെ 2 മണിക്ക് ആകുമ്പോഴത്തേക്ക് ചെന്ന് എനിക്കുള്ള ഇൻഫെക്ഷൻ കാല് കൊണ്ട് ഞാൻ പറഞ്ഞു കാര്യം കൂടെ കൊണ്ട് കാണിക്കാം, എന്നാലും ഈ സംഭവം അല്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് പോയിരുന്നു. പിന്നെ ഞാൻ പെണ്ണ് പറഞ്ഞാൽ അപ്പോൾ പറഞ്ഞ് പനി കൂടുതലാണ്, തൊഴുതുണ്ട് പറഞ്ഞു പൊന്നോളൂ. എല്ലാം നമ്മൾ അറിയുന്നുണ്ട്. കടത്തല്ലേ ഏതാണ്ട് 90,000 രൂപ ഒരൊറ്റ മാസം കൊണ്ട് മാറി കടവാണ്. ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ മഴയെന്ന് നോക്കി കൊന്ന സാറെ കിടത്തല്ല ഞാൻ മഴയെന്ന് പറഞ്ഞു. ഞാൻ പോയിക്കോളാം. ഞാൻ പിന്നെ തിരുമാറി, കാരണം കുഴപ്പമില്ല. പിന്നെ ചാതമാണെന്ന് എനിക്കറിയാം. ഉണ്ടെങ്കിൽ നീര് കൂടുതലോ കാല് കുത്താൻ നോക്കി. അപ്പോൾ നല്ല ചാതമാണ്. അപ്പോൾ 2-3 പോകാൻ എല്ലാം കാലത്ത് നോക്കിക്കൊക്കെ ഒന്ന് പറക്കി 13 വർഷമായി മോശം സ്വഭാവക്കാരനാണ് ബീച്ചിൽ വെറുതെ കൊണ്ടിരുത്തു. 5 പൈസ പോലും വാടകയില്ല. 33 വർഷത്തെ ബന്ധുവാണ്. 5 പൈസ പോലും വാടകയില്ല. ശരി, പോയിട്ട് വരാം. പാവം കണ്ണ് പറയും. അതറിയണം, പിന്നെ പറയണ്ടേ. നമ്മോട് ഇങ്ങോട്ട് ഒരാളെ കാണിക്കുമ്പോൾ അത് തിരിച്ചതുപോലെ തന്നെ. അദാലത്ത് പറഞ്ഞാ പരാതി സ്വീകരിക്കണം. അദാലത്ത്, സോറി, ആലത്ത്, അദാലത്ത്, ഭിന്നശേഷിക്കാർക്കുള്ള അദാലത്ത്. അയ്യോ, ഉണ്ടായിരുന്നു. പിന്നെ സമയം ഇങ്ങോട്ട് മര്യാദയ്ക്കുന്നു. 2 പേർക്കും അങ്ങനെ നീ തന്നെയല്ലോ അത്. എനിക്കിഷ്ടമുള്ള സാധനം ഇത് കൊണ്ടുപോട്ടെ. ഈ ചോക്ലേറ്റ് ഞാൻ അങ്ങനെ അധികം കഴിക്കാറില്ലല്ലോ. കാണുന്നല്ലേ ഇല്ല, അങ്ങനെ ഞാൻ ചോക്ലേറ്റ് കഴിക്കാറില്ല. അപ്പോൾ ഇത് തരണേ. ആരെയും പറയുമ്പോൾ കയറി വരുമ്പോൾ കാണും, അറിയാൻ പോകുമ്പോൾ കാണുന്നില്ല. അത് തുറക്കുകയല്ലായിരിക്കും. ചോദിക്കും നമ്മളോട്, അപ്പൊ പറയൂട്ടോ. സാധനമൊക്കെ മേടിച്ചോണ്ട് പോവാണോ? ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടി പോയത്. നാളെ ചെന്ന് കഴിഞ്ഞപ്പോൾ തിരിച്ച് വീട്ടിൽ ഒരാഴ്ച ലീവ് എടുക്കുക. ഇനി വേണ്ടത് എൻ്റെ കാലുണ്ടോ, കാലിൽ എന്നാലും നീരുണ്ട്. മരുന്ന് കഴിച്ചിട്ട് അത്രയും അങ്ങ് കുറയുന്നില്ല. അപ്പൊ ഞാൻ ഒരാഴ്ച റെസ്റ്റ് എടുക്കാത്തത്. ഇങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ട് പകുതി വന്നു കഴിഞ്ഞാൽ ഓർക്കുന്നത് പോകേണ്ടത്. ഞാൻ അവിടെ വരെ എങ്ങനെയാലും പോയി ഇരിക്കാന്ന് നോക്കും. ഞാൻ പോയത് ഇനി എനിക്ക് പറ്റില്ല. ഇനിയിപ്പോൾ അവിടെ ഓട്ടോ സ്റ്റാൻഡാണോ അത്? അവിടെ ഓട്ടോ ഉണ്ട്. പിന്നെ അതാ ഓട്ടോയും വിളിച്ചോണ്ട് വേണം പോവാന്ന് ഓർക്കണ്ട. അവിടെ പോവാ, വീട്ടിൽ പോവാ, അച്ഛനെ കാണാനോ. ഞാൻ ഇവിടെ വന്നിട്ട് ഒറ്റ ദിവസം പോലും ഇതാ കണ്ടില്ലല്ലോ. ഇപ്പൊ കണ്ടില്ലേ? ഞാനുണ്ടായിരുന്നു ഒരു ദിവസം പുറകെ വന്നായിരുന്നു. അവിടെ വരെ ഞാൻ കൊണ്ടുപോട്ടെ. എവിടെ?
ഒരു ദിവസം ഞാൻ ഇതിലെ കൂടെ വന്നായിരുന്നു അവിടം വരെ ആ റേഷൻ കട ഒക്കെ കഴിഞ്ഞ് അപ്പുറത്തോട്ട് ഞാൻ കുറേ പുറകിലായിരുന്നു. അവിടം വരെ പോകുന്നുണ്ട്. എവിടെയാ ഇപ്പോൾ താമസിക്കുന്നത്? ആ ആ അവിടെയല്ലേ? ആ എല്ലാം സ്കൂളിൽ പോയേക്കാ. വരുന്നതിന് മുമ്പ് വരണം കുറച്ച്. ശരി എന്നാ ശരി. എന്നോട് ആരാ പണങ്ങത്തില്ലാത്തത്? അണ്ണം വരെ പണങ്ങിയിരിക്കുന്നത്. ഇവിടെ മൊത്തം വെളുത്തുള്ളി, പച്ചമുളക്, അല്ല സവോള, ഈ സാധനങ്ങളൊക്കെ കച്ചവടമാണ്. ഇവിടെ പിന്നെ കപ്പ ഇതെന്നോള 3 കിലോ 100 രൂപ. അപ്പോൾ ചിലപ്പോൾ വ്യത്യാസം വരും. 2.5 കിലോ ആവും. ഇവിടെ ഒരു RCM ഉണ്ട്, അവിടെ പോവാം. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ പട്ടി, പൂച്ച, കോഴി ഒക്കെ തീറ്റ മേടിക്കുന്ന സ്ഥലം പറഞ്ഞില്ലേ? അല്ലേ കറണ്ടല്ല കേട്ടോ. ഞങ്ങളല്ല വിളിച്ചത്. ചേട്ടൻ ആദ്യം വിളിച്ചു, പിന്നെ ഒരു പെണ്ണ് വിളിച്ചു. ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണോ വിളി വെച്ച് വിളി കാരണം ഓടി പോകുന്നു. മറ്റേ സാബുന് ഇച്ചിരി കണക്കെടുത്തതുകൊണ്ട് അത് കാരണം വിളി വന്നില്ല. എന്നാൽ ഞാൻ പൊക്കളെന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പം ഞാൻ അവന് വണ്ടി വിട്ടേച്ച് ഇതുവഴി അങ്ങ് പോയി. വൈകുന്നേരം ചെന്നപ്പോഴാണ് വിളിച്ചേ. കുളത്ത് തപ്പു എവിടെ വന്ന് അവർക്ക് വന്നിട്ടില്ല, എനിക്ക് ഓർക്കില്ല. കിട്ടിയാണോ താൻ്റെ ആ ഇതിനകത്തില്ലേ ആ ഇതൊക്കെ ഇരിക്കുന്നതിൻ്റെ അവിടെ ഞാനും ഇവിടെ ആദ്യമാണ്. പിന്നെ കുപ്പിയൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ. ആ ഫ്രണ്ടിൽ നിങ്ങളുടെ ആ ബുധനാഴ്ച കിട്ടിയോ? ഇപ്പൊ കൊണ്ടുവരുമോ? എത്ര നാളായി ഇവിടെ ഇപ്പോൾ? അതിന് നേരത്തെ മുടി വളരുന്നുണ്ട്. പൊള്ളൽ എങ്ങനെ പൊള്ളിയെന്ന് പറഞ്ഞാലും എൻ്റെ വളങ്ങളൊക്കെ നമ്മുടെ ഇല്ല. പൊള്ളല് പത്തനംതിട്ട എല്ലാം പൊള്ളല്, മൂക്കി ദശ വളരുന്നതിന്, കാലിൽ സോറിയാസിസ്, പിന്നെ കാൽമുട്ട് വേദന, കൈമുട്ട് വേദന, കടലിക്ക് വേദന, നടുവിന് വേദന, അസ്ഥി തേയ്മാനം, മസിൽ കയറുന്നതിന്, വെരിക്കോസ് കുട്ടിയെന്ന് പറയുന്നത് എല്ലാം നമ്മൾ സ്വന്തം എൻ്റെ ഫോട്ടോ വെച്ചേക്കുന്നത്. മെമ്പർ പൈസ അടക്കം പോയോ? നമ്മുടെ സ്വന്തം. ശരി, ഞാൻ കട കണ്ടിട്ടുണ്ട്, പക്ഷെ ഇവിടെ നമ്മൾ ഇവിടെ ഇരിക്കുന്ന കണ്ടിട്ടില്ല. ഇതിനകത്ത് തന്നെ പഞ്ചായത്തിന്റെ വാടകയാണ്. എല്ലാം ഇതെല്ലാം നമ്മൾ സ്വന്തം വരുന്ന പല കമ്പനി എല്ലാവരും പിന്നെ ഇതാ
പഞ്ചായത്തിൻ്റെ കെട്ടിടം അത്. ഹരിതകർമ്മസേന. മഞ്ഞ കളറ് KSRTC പോകുന്നുണ്ടോ? അടൂർ പത്തനംതിട്ട റാന്നി എരുമേലി പുലിക്കുന്ന് എന്തൊക്കെ ഇതിൻ്റെ ഈ മൂലയെ കൊണ്ട് കഴിഞ്ഞാൽ സെറ്റിക്കുക കേട്ടോ. കണ്ട് ഇന്നലത്തെ കല്യാണത്തിനുണ്ടായിരുന്നല്ലോ. ആ ആ ആ 24 കൊണ്ട് 29 ആയപ്പോൾ ഞാൻ കവലങ്ങ് പോകുന്നു. വെയിലാണ് കുറച്ച് മമ്മി പോലും എടുക്കുന്നത് ആര് മമ്മുകാർ പോലും കാണുന്നത് ചുമ്മാ 20-25 ആളാമത് രണ്ടെന്തേറെ അതെ കോയിന് നാരകമ്പുഴ CSI ഹാളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. പണ്ട് കൊണ്ട് ചോദിച്ചത് ഫോൺ നോക്കി നടത്തല്ലേ. എന്ന് പോവാം, എന്ന് ജോലിക്ക് കയറാൻ. ആ ചാമ്പളം എവിടുത്തെ അമ്മ എന്നെ വിളിച്ചില്ല. എണ്ണ അമ്മയുടെ പോവാണേ. എന്നാ വിളിച്ചേ? അതെ ഞാൻ അങ്ങോട്ട് എടുക്കാൻ ബാഗിൽ നിന്ന് എടുക്കാൻ വേണ്ടി ഇരിക്കുന്നത്. ഞാൻ ചിലപ്പോൾ ഇറങ്ങിയതുള്ളായിരുന്നു. പറഞ്ഞോ. ആ വിളിച്ച് ചോദിച്ചു. ഇപ്പം എന്നെ കുറച്ച് മുമ്പ് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒന്നുകൂടെ വിളിച്ചത് ശരിക്കും ഇത് തന്നെ ഇത്ര തന്നെ ആവും. അപ്പം ഞാൻ പറഞ്ഞു നിൻ്റെ അമ്മയല്ലേ? ഇതിപ്പോൾ ഇത്രയും പൈസ ഉണ്ടല്ലോ. ആ നീയായിരുന്നു എന്നാണ്ട് ഇങ്ങോട്ടാ വീട്ടിലോട്ടാ അങ്ങോട്ട് വരുന്നോ? എന്താ വരുന്നോ? ആ എന്താ അങ്ങോട്ട് അത് കൂടെ വണ്ടി പുതിയ എടുത്താണോ? കുറച്ചായി. ഇതെന്നാ എന്റെ ക്ലാസ്മേറ്റ് ആട്ടോ. ഞാൻ ഇന്നാളെ കള്ളു കൊണ്ടു തന്നില്ലേ? ഞങ്ങള് കുഞ്ഞിലെ പോലെ ഒന്നിച്ച് പഠിച്ചു നടക്കുന്നത്. ഓലെ കൂട്ടം ഓലെ കൂട്ടുകാരാ.
കൂട്ടുകാരാന്ന് പറയുമ്പോ അല്ലേ ഈ കളവൻ താടിയെല്ലാം വെച്ചു കോലം കെട്ടി നടക്കുക എപ്പോഴും. ഞാൻ ഇന്നാളും വന്നപ്പോഴും വഴക്ക് പറഞ്ഞു ഈ താടിയെല്ലാം വെച്ചു. എവിടെയാ ഇപ്പം താമസിക്കുന്നത്? ഈ ആ ബൈക്ക് വരുന്നില്ലേ അവിടെ നാം മറ്റേ ഇതിനകത്തോട്ട് ഇപ്പൊ ഇവിടെയാണ് താമസിക്കുന്നത്. അമ്മയൊക്കെ ഞങ്ങളെന്താ വല്ല മുണ്ടക്കത്താ ഇത് അമ്മയൊക്കെ ഇവിടെ നിർത്തിയാ മതി. ഇതിലാ കയറി പോന്നല്ലേ? ബെൽറ്റ് കിട്ടും അല്ലേ? അറിയാൻ ഇറങ്ങുവാണേ. ഓക്കെ ഇടയ്ക്ക് കാണാം. ഓക്കെ രാജു എന്ന് അവൻ്റെ പേര്. അപ്പുറത്തെ ഷാപ്പിൽ നല്ല ചെത്തി കൊണ്ട് തരും. നല്ല അടിപൊളി കള്ള്, പനങ്കള്ള്, നല്ല കള്ള, മധുരമൊക്കെ ആയിട്ട് തേൻ പൊലിക്കും. അവിടെ പോയാ എടുത്തേക്കാം, കാണുന്നതല്ലേ. എവിടെ പോയാ? ആ വീട്ടോട്ട്. റബ്ബർ മരങ്ങൾക്കിടയിലൂടെ വാഗമൺ. എനിക്ക് തെറാപ്പി നല്ല പൊട്ടാക്കുന്നുണ്ട്. ആരുണ്ടല്ലോ സ്കൂട്ടറല്ലേ പോയ കല്ലൊക്കെ എടുത്തോണ്ട് പോയോ? ഞാൻ പോക്കോട്ടെ വീട്ടിൽ. ഇപ്പൊ വന്നോളൂ. തന്നെയുള്ള അവളുണ്ട്. ആ അവ പുള്ളിക്കാരി ഒന്ന് കാണട്ടെ. ഒരാട് ഓട്ടോ വന്നതാണോ? ഓട്ടോയെ വന്ന അച്ഛനെ കാണാൻ അങ്ങനെ വയ്യട വയ്യ നടക്കാനൊന്നും വയ്യ ദൈവം വന്ന് വിളിച്ച് പോകാമെന്ന് അങ്ങനെ വന്നതാ. ഞാൻ കേട്ടല്ലേ എന്ത് പുള്ളിക്കാർക്ക് ഉണ്ട്. അവളെ വിളിക്കാം, ഇങ്ങോട്ട് വിളിക്കാം. എന്തിനാ വിളിക്കുന്നത്? അങ്ങോട്ട് ചെല്ലും. എൻ്റെ മോനാര് ഇതിനെപ്പറ്റി കിടന്നപ്പോൾ ഞാനാണ് കുളിപ്പിക്കാണ്ടിരുന്ന അമ്മയ്ക്ക് എല്ലുമ്മയ്ക്ക് കുളിയില്ലാതെ അമ്മ ഞങ്ങൾ പോവാണ്. പഠിക്കാൻ പറയാം. ബെഞ്ചമിൻ ഉണ്ടോ നാളെ? അമ്മ കഴിഞ്ഞ വർഷം വെച്ചത് ഇവിടെ പോകുന്നുണ്ടോ? വേളി അവർക്കും വയ്യല്ലോ. വരും റേഷൻ കട വരും. കുഴപ്പമൊന്നുമില്ല, വരും കടയിലല്ല. എല്ലാം ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പിന് പോകും. പാല് നോക്കട്ടെ.
പോവാട്ടോ. പിന്നെ ഞങ്ങൾ നിങ്ങൾ വരും ആണോ? ഞങ്ങൾ എപ്പം പോണേ. അതാണ് കണ്ടു വരും ഒത്തിരി നേരം കൊണ്ട് പറയാം. അപ്പൊ ഞങ്ങൾ പറയാൻ നിങ്ങൾ എവിടെയാ? പണ്ടമ്പതാണ്. മുണ്ടക്കേ തന്നെ. പാല് മേടിക്കാൻ പോവാം. പിന്നെ കൊച്ചിനെ വിളിക്കണം. ഇന്നിപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് നടത്താം വെച്ചല്ലേ. ആദ്യം പാല് മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞിട്ടാണ് പിന്നെയാണ് കൊച്ചിനെ വിളിക്കാൻ പോകുന്നത്. ഇന്നിപ്പം രണ്ടും കൂടെ ഒരുമിച്ച് നടത്താം. എന്നാൽ ഞാൻ വിളിക്കാം, അല്ലെ ചോദിക്കാം. എന്നാൽ ഞാൻ വിളിച്ചോളാം. ശരി. അല്ല, കൊച്ചിൻ്റെ അച്ഛൻ വിളിക്കാൻ വേണ്ടി അവിടെ നിൽപ്പുണ്ട്. അവിടെ തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ പിന്നെ ഞാനിങ്ങ് പോന്നു. എവിടെ വിളിക്കണ്ട, അവിടെ കിടക്കട്ടെ. ആരും കാണുന്നില്ല. എന്നാൽ പിന്നെ ഇന്നത്തിനാണോ അത് വെച്ചേക്കുന്നത്? പപ്പാറമാണേ. അതെനിക്ക് മനസ്സിലായില്ല. നീയല്ലേ കഴിഞ്ഞ പ്രാവശ്യം എന്നോട് പറഞ്ഞ പറയണം ഇച്ചിരി ബോധമുള്ളത് പറയാനാ ഞാൻ പറഞ്ഞു. ഇപ്പൊ അപ്പയ്ക്ക് ഒരു ഇതുമില്ല ഇപ്പൊ കറക്റ്റ് അറിയാം. ഇപ്പൊ ഒട്ടും അറിയത്തില്ല. നേരം പറയാം, ഗുളിക വേണം, ഒരു ഗുളിക. പപ്പഴയാവും. എത്ര ചോറോ? അപ്പൊ അയച്ചു തന്നാൽ മതി. ഊരി പോയാൽ
നിന്റെ പുറത്ത് സ്റ്റാഗ് കിടക്കും. എൻ്റെ ഉണ്ടെന്നാ കണ്ടെടുത്തല്ലോ അല്ലേ? ഇല്ല വയറെടുക്കാം മറ്റേ ഇതൊക്കെ. കഞ്ഞി കൂടി പറയാം. എണ്ണ വെച്ച ആഴ്ച ഒരിക്കലും തേക്കും. ഇന്നലെ ഞാൻ പകുതി പെരട്ടി എന്ന് പറഞ്ഞ ഒരു തുള്ളി പെരട്ടി. അതാണ് ഇവിടെ പറയല്ലേ ഉള്ളൂ. ഇല്ല ഇവിടെ പ്രകാശമാമൻ്റെ അവിടെ വലിയ കമ്മയ്ക്ക് പോകും. ഇവിടെ അവിടെ നിന്നാലും കൊണ്ടുവിടാം. പിന്നെ ഇത് ഉരുട്ടിക്കൊണ്ട് അത് കളഞ്ഞതാ. പൊട്ടിക്കട്ടെ? പൊട്ടിച്ചോളട്ടെ? ഇത് വെച്ചോളെ. എത്ര പോവാം. അമ്മ മതിയോ? കയറി പോക്കോ, അങ്ങോട്ട് പോക്കോ. അവിടെ കല്ല് വിൽക്കാനായിരുന്നെങ്കിലേ അത് നേരത്തെ വിൽക്കുമായിരുന്നു. എന്തോരം സ്ഥലം അവിടെ കിട്ടിയല്ലേ. അത് ഇടാൻ വേണ്ടി മേടിച്ചാ. പക്ഷേ വേണ്ടിയാ പപ്പ ഇടുമെന്നുള്ള ചിന്തയിലായിരുന്നു. പപ്പ ഇടാന്ന് പറഞ്ഞതല്ലേ മേടിച്ചത്. ഇനിയിപ്പോ അത്ര സ്ഥലം കിട്ടിയില്ലേ. ഇപ്പൊ ഒരു വൃത്തിമയായി. നേരത്തെ പപ്പായെ കാണാൻ വന്നത് ആരായിരുന്നു? എൻ്റെ അമ്മയുടെ കസിൻ്റെ അത് ആങ്ങളെ പെങ്ങളെ മക്കളിൽ ഉള്ള അമ്മയാണ്. അതായത് വല്യമ്മയുടെ അമ്മയുടെ ആങ്ങളെ പെങ്ങളെ മക്കള് അമ്മയുടെ. അപ്പോൾ എത്ര കൊല്ലം പറയാം? അത്രയാണ്. കൺഫ്യൂഷനാവും കാൽക്കുലേറ്റ് ചെയ്യാൻ പോയാ. അമ്മയുടെ ആങ്ങളെ പെങ്ങളെ മക്കളിലുള്ള അമ്മ. അരുണാന്നാണോ വിളിച്ചത്? സാധാരണ കൈമാനാണ് വിളിച്ചത്. ഇത് പെട്ടെന്നാണ് ബസ് വന്നല്ലേ. നിൽക്കാൻ പറ്റിയില്ല ഇവിടെ വന്ന്. ഇങ്ങോട്ട് വന്നോ അങ്ങോട്ട് വന്നോ അല്ല ഒരേ. ഇങ്ങോട്ട് വന്നപ്പോൾ ഇരുന്നില്ലേ? ആക്കാൻ മതി കേട്ടോ. ഇതുകൂടി കുറച്ച് ദിവസങ്ങളായിട്ട് മഴയില്ലാത്തതുകൊണ്ട് വെള്ളച്ചാട്ടമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പോയിട്ടില്ല. വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറഞ്ഞു. ഡിഷ് വെച്ചാൽ ഡിഷ് വെച്ചോ. വരുന്നില്ലേ? ഞാനുമായിട്ടുള്ള ബന്ധം അവരെ എല്ലാം വൃത്തികെട്ട. അത് പെണ്ണുങ്ങളെ അവർക്ക് മനസ്സിലായി കാണും. ഇന്ന് പറഞ്ഞായിരുന്നു രാവിലെ പോകുന്നു. ഇതന്നെ തുറന്നിട്ടേക്കുന്നത്.
അല്ല ഇന്ന് തന്നെ ഒരു പ്രത്യേകതയാണ് പള്ളിയിൽ. ഇത് പൂട്ടിയതല്ലായിരുന്നോ? വീണ്ടും തുടങ്ങിയല്ലേ? ഇന്ന് മുമ്പിൽ വന്ന് പെടുന്ന മൊത്തം സെറാടെ ബസ്സാണല്ലോ. അങ്ങോട്ട് പോയതും ഇങ്ങോട്ട് വന്നതും പിന്നെ വഴി കണ്ടതും സ്റ്റാൻഡിൽ കണ്ടതും പിന്നെ അതെ ഇപ്പോൾ ഇവിടെ സെറായത്. അപ്പുറത്ത് കിടക്കുന്ന ഞാൻ പറഞ്ഞുതരാം. ആ പൊക്കോ 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 പൊക്കോ. ഒരു പോടി മന്ദബുദ്ധി പേടിച്ച് നിൽക്കുക. വണ്ടിയൊന്നും വരുന്നില്ല. ആ നീ എവിടെയാ? അതിനകത്തിന് പിന്നെ വണ്ടി ഇപ്പോൾ അങ്ങനെ വരുന്നത്. വിജയ നേരത്തെ പോകുന്നല്ലോ ഇങ്ങോട്ട്. ഈ പമ്മ ഇരിക്കുമല്ലോ ഇവിടെ വന്ന്. വേണ്ട വേണ്ട അങ്ങനെ ചോദിക്കണ്ട. അടുത്ത ആക്രി വൃക്കാൻ വേണ്ടി പോവാം. എന്താക്രി വൃക്കാൻ നിൽക്കുവാണോ അവിടെ? തപ്പു ഇനി എന്തെങ്കിലും ഉണ്ടോയെന്ന്. വീട് മൊത്തം ആക്രിയാണ്. ഞാൻ എൻ്റെ പിള്ളേർ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു അല്ലാത്തത് ബാക്കി ഫുൾ ആക്രിയോടാക്രി. നീ നിൽക്കും, ഞാൻ പോവാം. ഇവിടെ വരെ അറിയത് വലിച്ച് ഇവിടുന്ന് കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ ഇവിടുന്ന് പോയി എന്നെ ബഹളം കയറാൻ പറയാം. മീനാക്കാരെടുത്ത് വലിച്ചാൽ വരുമോ? എന്നാൽ ഇത്രയും ആൾക്കാർ മോശമല്ല. ഇവിടെ ഏറ്റവും ശാംഭവിയും ജനിറ്റേ മാത്രമേ ഉള്ളൂ. അറിയാം പാവം വീട്ടിൽ ഷെഡിക്കുന്നു. അല്ല ബാക്കിയെല്ലാം പിള്ളേർ കാണാതിരിക്കല്ലേ, തിരിച്ചൊക്കെ ഉണ്ടാവുള്ളൂ. റോഡിലൊക്കെ നോക്കി നടക്കുക കേട്ടോ. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടന്ന് വണ്ടിയൊക്കെ വരുന്നുണ്ടോ? പറയാൻ അവിടെ ആള് വേണം. ആളവിടെ ചെല്ലണം പറയണമെങ്കിൽ. വണ്ടിയൊക്കെ വരുന്നുണ്ടോ? കൊച്ചിനാവുന്നു. മാല ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടെ ഇറങ്ങുന്നുണ്ടല്ലോ, അതുകൊണ്ട് ആ വള്ളിയാങ്കാവ് ഭാഗത്തോട്ടുള്ള അങ്ങനെ അവിടെ ഇരുന്നു. ആ വിട്ടേക്ക്, ഇങ്ങോട്ട് പാടി. എപ്പോഴും കുട്ടി ഇടണം. കുട്ടി ഇടണം. എല്ലാ ഡോറ് കിടന്ന് അടിച്ചോണ്ടിരിക്കും. അതങ്ങനെ അത് ഈ തല വെത്തുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ടല്ലോ, അത്ര മതി. നേരത്തെ വീടെത്തിയാലും വരത്തില്ലായിരുന്നു. വീടെത്തിന്ന് അല്ലേ? അപ്പയുടെയോ? ബായി അല്ല, ബൈക്ക്. അതേതോ ഒരു ചേട്ടന്റെ, നമ്മുടെ അല്ല.
നീ വീട്ടിൽ പോടി. അവളെ കൊണ്ടുപോകാനാണോ നമ്മൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ബസ് ബൈക്കാലല്ലോ അല്ല ഓടിച്ചാ കൊണ്ടുപോകുന്ന ഓടിച്ച്. ടി വിയോ എന്നാ ഇവിടെ ഇല്ല, ഇവിടെ വെക്കാം. ഇത് അങ്ങോട്ട് നോക്കിയാ അവിടെ ടി വി ഇവിടെ വെക്കാൻ കൊണ്ടുവന്ന. നമുക്കറിയാം ഇവിടെ ഒരു മുണ്ടൊക്കെ എത്തിന്ന് അതിന് എഴുന്നേക്കുന്ന അല്ലേ? ഫ്രണ്ടിലായിരിക്കും. ഫ്രണ്ടിൽ നിന്നൊക്കെ ചാടി പോന്ന നമ്മള്. നാളെ ഉണ്ടറി ഇനി ക്ലാസ് ഉണ്ടോന്നുള്ള തെറാപ്പി ഉണ്ടായിരുന്നോടി? തെറാപ്പി ഇല്ലായിരുന്നോ? ഇന്നില്ലെന്ന്. ഡി കഴിഞ്ഞ മാസം തെറാപ്പിക്ക് എത്ര രൂപയായേ? കഴിഞ്ഞ മാസം തെറാപ്പിക്ക് 5240 രൂപ. കഴിഞ്ഞ മാസമോ? ഒക്ടോബറിൽ. അതിന് മുമ്പത്തെ ആദ്യം 2000 സംതിങ്. ഇപ്പം രണ്ടാം. ഇതിപ്പോ അത് കഴിഞ്ഞിട്ട് സ്കൂളിലാണ്. പഠിച്ചത് എവിടെയോ ഒക്ടോബറിലാണ് പഠിച്ചത്. ഒക്ടോബറിലാണ് പഠിച്ചത്. നവംബർ പഠിക്കുന്നില്ലേ? 5000. അത് കഴിഞ്ഞിട്ട് 2000 അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് ഒക്ടോബറിൽ 5240 ഇനി അടുത്ത മാസം അടുത്ത മാസം വന്നിട്ടുണ്ട് 5600. ഇവിടെ പറഞ്ഞോ തെറാപ്പി. പടം വരയ്ക്കാനായിട്ട് കഴിച്ചു. ചോറ് രാവിലെ അപ്പം കറിയ് മീൻകറിയായിരുന്നു. മനസ്സിലായോ? പിന്നെ അറിയാം. മീൻകറി കൂട്ടി. എന്നാ മീനാണ് വെച്ചാൽ അപ്പം അതിന് തീർന്നു. ആഗ്രഹം പറഞ്ഞ കൂടി പറഞ്ഞു ചേച്ചിക്ക് തെറാപ്പി ഒന്നുമില്ല. സ്കൂളിൽ എപ്പോഴും അറിയത്തില്ല, സാമ്പാറായിരിക്കും. കഷ്ണെടുത്ത് മാറ്റി തോന്നുന്നു. തോരൻ എന്നാ ഒന്നിന്? നല്ല കറികളാ. നിങ്ങക്ക് പാല് കിട്ടുന്നുണ്ടോ ഇപ്പം? ഉണ്ടോ? എന്നാ പറ്റി? എന്തിനാ വേണേ? കണ്ടോ? മര്യാദയ്ക്ക് നടക്കണം. മര്യാദയ്ക്കല്ല നടക്കുന്നത്. മനസ്സിലായോ? മര്യാദയ്ക്ക് നടന്നില്ല വീഴുന്നു. ആ എന്നാ സ്കൂളിൽ തന്നെയായിരുന്നു. ആ നിനക്കെന്നാ സ്കൂളിൽ? കാമ്പാജി സാമ്പാറോ? നിനക്കെന്നായിരുന്നു ചോദിച്ചത് സ്കൂളിൽ? ഇല്ല പറ്റില്ല. ഏത് കാടാണല്ലോ അതെല്ലാം ഉണ്ടാവും. ചുമ്മാ അങ്ങ് ചെരിഞ്ഞു കൊടുക്കുക. കയറ്റത്തോട്ടായിരുന്നോണ്ട് നന്നായി. ഇറക്കമായിരുന്നെങ്കിലോ? ഇരുട്ട് ഇരുട്ട്.
വർത്താനം പറയാനല്ല, അവൻ പാട്ട് പാടുക. കടയാണെങ്കിൽ ഒരു ബജ്ജിയില്ല, ഒരു ടി വി ഇല്ല. ഇനി എപ്പം വിടാനാ? കോഴിക്കുഞ്ഞിനെ വിട്ടില്ലെന്ന്. നിനക്കെന്നാ പറ്റിയെന്ന്? പൂസാൻ തോന്നി. വീണോ? കേറ്റത്തല്ലേ വീണേ? ചേച്ചി വീട്ടിലുണ്ട്. വന്നതേ ഉള്ളല്ലേ? വന്നതേ ഉള്ളു നീ? ആ, കുളിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഇത്ര നേരം എങ്ങനെ? ഇതിപ്പോൾ സമയമായി. ലൈറ്റ് ഇട്ടേ. ഓക്കെ ഗൂഗിൾ, ലൈറ്റ് ഓൺ. എന്നാടി ചായ ഇടാ? ഇവിടെ വായും പൊളിച്ച് എന്നെ എടുക്കുമായിരുന്നു. എന്നാ പറയാൻ? സാരമില്ല, പോട്ടെ, നമുക്ക് ചായ ഇടാം. ചുമ്മാ കുത്തി ഇരിക്കുക, ചായ പോലും ഉണ്ടാക്കാതിരിക്കുക. വേറെന്താ വിഷയമാണ്? മാനസിക പറഞ്ഞിരുന്നു ഒത്തിരി ആദ്യം ഒത്തിരി വെക്കരുതെന്ന് പറഞ്ഞായിരുന്നു. വെച്ചപ്പോ കണ്ണിക്കൊന്നും ചൂടാണെന്ന്. ചെറിയ മഴച്ചാറ്റൽ പോലെയൊക്കെ വരുന്നുണ്ട്. അയ്യോ എന്തോ അറിയത്തില്ല. തുമ്മ തോളിപ്പോയി ഇപ്പം.